പ്രിയപ്പെട്ടവരെ, പലപ്പോഴും സുന്നത്തായ കൊച്ചു കൊച്ചു അമലുകൾ നമ്മൾ അവോയ്ഡ് ചെയ്ത് കളയും. അതിപ്പോൾ എന്താ, ഫറളൊന്നും അല്ലല്ലോ. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന സുന്നത്തായ കർമ്മങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സീല് വെച്ചിട്ട് അള്ളാഹിൻ്റെ അരശിൻ്റെ താഴ്ഭാഗത്ത് സേഫായിട്ട് വെക്കും. എന്നിട്ട് ആ അമൽ അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കും. നമ്മൾ ജീവിച്ചാലും മരിച്ചാലും നമ്മുടെ അക്കൗണ്ടിലേക്ക് അതിൻ്റെ കൂലി രേഖപ്പെടുത്തപ്പെടും. ഭയങ്കരമായ ബെനിഫിറ്റാണ്. മാത്രമല്ല, നിസ്കാരക്കാരുടെ ബാബു സ്വലാത്ത്, നോമ്പുകാരുടെ ബാബു റയ്യാൻ, ദാനധർമ്മം കൊടുക്കുന്നവരുടെ ബാബു സ്വതക്ക, ഈ സ്വർഗത്തിൻ്റെ ഓരോ കവാടങ്ങളും 8 കവാടങ്ങളും ഈ സുന്നത്തിൻ്റെ ആളുകൾക്ക് വേണ്ടി അള്ളാഹു തുറന്നു വെക്കും എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൗഭാഗ്യമാണ്, ഭാഗ്യമുള്ളവർക്ക് മാത്രം പറ്റുന്ന ചെറിയൊരു അമലാണ്. അതേതാണെന്നറിയണ്ടേ? എപ്പോൾ എങ്ങനെയാണ് ഓതേണ്ടത്? ഇത്ര വലിയ കൂലി കിട്ടുന്ന കാര്യം അതെന്താണ് അറിയണ്ടേ? ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലോക ആഫിയത്തും ബറക്കത്തും നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മരിച്ചുപോയവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. നമുക്കെല്ലാം ഖൈറും ബറക്കത്തും അല്ലാഹു നൽകട്ടെ. നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്നവർ, കമൻറ്റിൽ സന്തോഷം പറയുന്ന അൻവർ ഹഫീസിൻ്റെ കുടുംബം, എല്ലാവർക്കും അല്ലാഹു റഹ്മത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒട്ടനവധി ഓഫറുകൾ നൽകുന്ന കൂട്ടത്തിൽ മറ്റൊരു അമലിനും ഇല്ലാത്ത ഒരു ബിഗ് ഓഫർ കാണാൻ കഴിയുന്ന ഒരു കുഞ്ഞമൽ. കുഞ്ഞമൽ എന്ന് പറഞ്ഞാൽ അമൽ വലിയ അമലാണ്, പക്ഷെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, ഒരു മുടക്കില്ലാത്ത, ഒരു ക്ഷീണവും ബാധിക്കാതെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ആ പരിശുദ്ധമായ അമൽ. അതൊന്ന് പരിചയപ്പെടുകയാണ്. സാധാരണ നമ്മൾ ചെയ്യുന്നൊരു അമലാണ്, പക്ഷേ നമ്മൾ ഭൂരിഭാഗം ആളുകളും അതിൻ്റെ ഗൗരവം, ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാതെ ഒഴിവാക്കി കളയുന്ന ഒരു സുന്നത്തായ കർമ്മമാണ്. കുറച്ചാളുകൾ പതിവായി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ചെയ്യുന്നവർ ഇത് പതിവായി തുടരാനും ചെയ്യാത്തവർ ഇന്നു മുതൽ തുടങ്ങാനും ആത്മാർത്ഥമായി മനസ്സിൽ തൊട്ടുകൊണ്ട് പറയാം. ഈ ക്ലാസ് കേൾക്കുന്നവർ ഈ ഒരു അമൽ എടുക്കണം. അപ്പോൾ ഇരുലോകത്ത് നമുക്ക് വലിയ ബെനിഫിറ്റ് ഉണ്ടാവും. ഒരു തർക്കമില്ലാത്ത വിഷയമാണ്. ഇത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൃത്യമായ വഹീൻ്റെ വാക്ക. ഒരു ലാഭത്തിൻ്റെ ഏറ്റവും വലിയ മേൽക്കോയ്മയില്ലാതെ നഷ്ടം ഉണ്ടാവില്ല. പക്ഷെ ഇത് മനസ്സറിഞ്ഞ് ചെയ്യണമെന്ന് മാത്രം. മനസ്സറിഞ്ഞേറ്റെടുത്ത ഓക്കെയാണ്. ഈ സുന്നത്തായ, അല്ലെങ്കിലും പ്രിയപ്പെട്ടവരെ, ദീനിൽ ഒരു സുന്നത്തായ ഒരു കാര്യം, ആ കാര്യം ഉമ്മത്ത് ഒഴിവാക്കി കളയാന്ന് പറയുന്നത് അത്രയും ദീൻ മരിച്ചു പോകാന്നല്ലേ. ദീൻ എന്ന് പറഞ്ഞാൽ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ കാണിച്ചു തന്ന പരിശുദ്ധമായ അമലുകൾ, ദീനിൻ്റെ ചര്യകൾ, അവിടുത്തെ നടപടികൾ, അവിടുത്തെ ചര്യകൾ. ആ ചര്യയിൽ നിന്ന് ഒന്ന് നമ്മൾ എടുക്കേണ്ട ഒരു ചര്യ, ഒരു സുന്നത്ത് നമ്മൾ എടുക്കാതിരിക്കുമ്പോൾ ആ ഒരു ദീനിൻ്റെ ആ ഒരു ഭാഗം മരിച്ചു പോയതുപോലെയാണ്. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ ഗൗരവത്തോടു കൂടെ കാണണം. മുസ്ലിമീങ്ങളായ നിസ്കാരമുള്ളവരിൽ പോലും മരിച്ചു കിടക്കുന്നൊരു സുന്നത്തായിട്ടാണ് ഈ സുന്നത്തിനെ കാണുന്നത്. അതുകൊണ്ട് ആ സുന്നത്തിന് ഹയാത്ത് കൊടുക്കുക. മൻ അഹ്യാ സുന്നത്തി, എൻ്റെ സുന്നത്തിനൊരാൾ ജീവൻ കൊടുത്താൽ, കാരണം മരിച്ചു കിടക്കുന്നൊരു സുന്നത്താൻ, ആ സുന്നത്തിനൊരാൾ ജീവൻ കൊടുത്തു, ഒരാൾ, ഒരു സഹോദര സഹോദരി അമൽ ചെയ്താൽ, കാന മഈ ഫിൽ ജന്ന, സ്വർഗത്തിൽ അവർ എൻ്റെ കൂടെയായിരിക്കും. സ്വർഗത്തിൽ എവിടെയെങ്കിലുമല്ല, ഉന്നതമായ റേഞ്ചാണ്. അവർ എൻ്റെ കൂടെ ഉണ്ടാകും സ്വർഗത്തിൽ എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അത്ര വലിയ ബെനിഫിറ്റാണ് സുന്നത്തിന് ഹയാത്ത് കൊടുത്താൽ. മാത്രമല്ല, ഈ ഒരു സുന്നത്ത് ചെയ്യുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന കൂലി ഹദീസിൽ കാണാം. സ്വഹീഹായ ഹദീസിൽ തന്നെ കാണാം, ഫുത്തിഹത്ത് ലഹു അബ്വാബുൽ ജന്നത്തി അസ്സമാനിയ. സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനോഹരമായ 8 കവാടങ്ങളാണ് സംവിധാനിച്ചിട്ടുള്ളത്. 7 സ്വർഗം, 8 കവാടം, അങ്ങനെ മനോഹരമായ 8 കവാടങ്ങൾ. ആ 8 കവാടങ്ങളും ഈ അമൽ ചെയ്യുന്നവർക്ക് വേണ്ടി തുറക്കപ്പെടും. ചുമ്മാ തുറന്നു വച്ചിട്ട് കണ്ടോളൂ, അതിൻ്റെ ഭംഗി ആസ്വദിച്ചോളൂ. എന്ത് അടിപൊളി കവാടങ്ങളാ, എന്ത് ഭംഗിയാ പടച്ചോനെ. ഈ ആസ്വാദനം മാത്രമല്ല, പിന്നെയോ യദ്ഖുലു മിൻ അയ്യിഹാ ശാഅ, അതിലിഷ്ടമുള്ള ഡോറിലൂടെ, എൻട്രൻസിലൂടെ സ്വർഗത്തിലേക്ക് കടക്കാം എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്കി, ബാബു സ്വലാത്തുണ്ട് സ്വർഗത്തിൽ, നിസ്കാരക്കാരുടെ കവാടം. ബാബു റയ്യാനുണ്ട് സ്വർഗത്തിൽ, നോമ്പുകാരുടെ കവാടം. ബാബു സദക്കയുണ്ട് സ്വർഗത്തിൽ, ദാനധർമ്മം ചെയ്യുന്നവരുടെ കവാടം. അങ്ങനെ 8ഓളം കവാടങ്ങൾ, മനോഹരമായ വാതിലുകൾ സ്വർഗത്തിനുണ്ട്. ആ സ്വർഗത്തിൽ 8 കവാടങ്ങളും ഇയാൾക്ക് വേണ്ടി തുറക്കപ്പെടും. ഇത് ജുമാ നിസ്കരിച്ചവരെ കുറിച്ചല്ല ഈ പറയുന്നത്, തറാവി നിസ്കരിച്ചവരെ കുറിച്ചല്ല ഈ പറയുന്നത്. ഈ നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ഒരു കുഞ്ഞു സുന്നത്തില്ലേ, ആ സുന്നത്തായ കർമ്മം കൃത്യമായി പ്രോപ്പറായി ചെയ്യുന്നവരെ കുറിച്ചാണ്.
അവർക്ക് ഏത് കവാടത്തിലൂടെയും എൻട്രൻസ് അള്ളാഹു അനുവദിക്കുമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറയുന്നു. വലിയ സൗഭാഗ്യമാണ്. ആ സൗഭാഗ്യം മാത്രമല്ല, ഇതിന് മറ്റൊരു ബെനിഫിറ്റൂടെ ഉണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ ആവേശത്തോടു കൂടെ ഉപ്പമാർക്ക് തോന്നും, പഠിച്ചോനെ ആ സുന്നത്ത് ഏതാ, ആ സിമ്പിളായിട്ടുള്ള കർമ്മ ഏതാ, ഞങ്ങൾക്കൂടെ ചെയ്യാൻ കൊതിയുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മൾ ഉളു എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഖിബലയിലേക്ക് തിരിഞ്ഞുകൊണ്ട്, മാക്സിമം ഉളു എടുക്കേണ്ടത് തന്നെ എങ്ങനെയാണ്, ഖിബലയിലേക്ക് തിരിഞ്ഞിട്ടാണ്. ടാപ്പ് എങ്ങോട്ടായിക്കോട്ടെ ഖിബലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഉളു എടുക്കാനാണ് ഉപ്പമാർ സഹോദരിമാർ ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു സുന്നത്ത് മാക്സിമം എടുക്കണം, ഖിബലയിലേക്ക് തിരിഞ്ഞായിരിക്കണം ഉളു എടുക്കേണ്ടത് എവിടെ എടുത്താലും. ഇനി പ്രത്യേകിച്ച് ഉളു കഴിഞ്ഞതിന് ശേഷം പ്രിയപ്പെട്ടവരെ, മനോഹരമായ ഖിബലയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് 2 കൈയും കണ്ണും ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് മനോഹരമായിട്ട് നമുക്ക് ദുആ ചെയ്യാൻ പറ്റണം. ഉളൂഇന് ശേഷമുള്ള ദുആ നമുക്കെല്ലാം പരിചയമുണ്ട്, ഒന്നും വിശദീകരിക്കേണ്ടതില്ല. ഉളൂഇന് ശേഷമുള്ള ഈ ഒരു ദുആ നമ്മൾ പ്രിയപ്പെട്ടവരെ കണ്ട് വായിച്ചാലും മതി. ഇപ്പോൾ എത്രയോ പള്ളികളിൽ മനോഹരമായി പരിശുദ്ധമായ ഉളൂഇൻ്റെ ദുആയിനെ കൃത്യമായി അവിടെ ജമാഅത്തിൻ്റെ ഖാദിമീങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുവന്ന് വച്ചിട്ടുണ്ട്. എല്ലാ പള്ളിയുടെയും ഹൗദുൽ കരയിൻ്റെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ മാക്സിമം പള്ളികളിലും കാണാൻ പറ്റും ഉളൂഇന് ശേഷമുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് വലിയ ബോർഡിൽ മനോഹരമായിട്ട് കാണാൻ പറ്റും. പലപ്പോഴും ആ പരിശുദ്ധമായ ദുആഇൻ്റെ താഴ്ഭാഗത്ത് ഈ ദുആ ചെയ്യുന്നവർക്ക് സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളും തുറക്കപ്പെടും ഹദീസ് എന്ന് പറഞ്ഞ് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ടാവും. പലപ്പോഴും ഒരുപക്ഷെ ചിലപ്പോൾ ഇത് എഴുതി വെച്ചിട്ടുണ്ടാവില്ല, ഈ ഹദീസ് ഇതിൻ്റെ ബെനിഫിറ്റ് എഴുതിയിട്ടുണ്ടാവില്ല പലപ്പോഴും, പക്ഷേ ദുആ എഴുതിയിട്ടുണ്ടാവും. ഭൂരിഭാഗം മസ്ജിദുകളും കാണാം. അപ്പോൾ ഈ വിനീതൻ സേവനം ചെയ്യുന്ന പെരുമ്പാവൂർ ടൗൺ ജുമാ മസ്ജിദിൽ ആ ഹൗദുൽ കരയുടെ ഭാഗത്ത് മനോഹരമായിട്ട് നല്ല വുഡിൽ നല്ല ഗോൾഡൻ ലിപിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിശാലമായ ഉളൂഇന് ശേഷമുള്ള ദുആ. പലരും ഇങ്ങനെ കയറി വന്നിട്ട്, ഉസ്താദെ ഇതെവിടെ നിന്നാണ്, ഒന്ന് സംഘടിപ്പിച്ചാൽ കൊള്ളാം എന്നൊക്കെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട്. ഞങ്ങളുടെ പള്ളിയിലും വെച്ചാൽ കൊള്ളാം എന്നൊക്കെ പറയുന്ന കമൻറ്റ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് പ്രോപ്പറായിട്ട് ചൊല്ലുന്നതിൽ പ്രിയപ്പെട്ടവർ നമ്മിൽ ഭൂരിഭാഗം ഞാൻ പറയുന്നതാണ്, പള്ളികളിൽ പോലും മരിച്ചു കിടക്കുന്നൊരു സുന്നത്തായിട്ടാണ് ഈ സുന്നത്ത് പലപ്പോഴും വരുന്നത്. അതുകൊണ്ട് ഈ സുന്നത്തിനെ നമ്മൾ മുസ്ലിമീങ്ങളല്ലാതെ, മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളായി നമ്മളല്ലാതെ പിന്നെ ആരാ ജീവിപ്പിക്കുക? വേറൊരാൾ വരുമോ? ഇല്ലല്ലോ, നമുക്കല്ലേ അതിൻ്റെ ബാധ്യത. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ഈ സുന്നത്തെടുക്കാൻ വേണ്ടി ഈ ദുആ 2 കൈയും കണ്ണും ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ദുആ കഴിഞ്ഞാൽ മനോഹരമായി നമ്മുടെ മുഖം തടവിക്കൊടുക്കണം. അതിലെല്ലാം ലക്ഷത്തിൽ പരം പുണ്യങ്ങൾ നമുക്ക് കിട്ടാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ ദുആ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യണം. നമ്മൾ ഈ സുന്നത്തായ നടപടി സ്വീകരിക്കണം. ഇത് ചെയ്യുന്നവരെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ ഒട്ടനവധി കിതാബുകളിൽ വലിയ പരാമർശങ്ങൾ മഹാനായ ഇമാം ഗസാലി റഹിമഹുല്ലാഹ് തങ്ങൾ അവിടുത്തെ ലോകപ്രസിദ്ധമായ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന കിതാബിലടക്കം ഈ വിഷയം വളരെ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തിന്. അസ്റാറുൽ ഉളൂഇൻ്റെ സിറുകൾ പറയുന്ന അല്ലെങ്കിൽ ഉളൂഇൻ്റെ മര്യാദകൾ പറയുന്ന ഭാഗത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖറജത്ത് ഖതായാഹു മിൻ ജമീഇ അഅ്ളാഇഹി. ഉളൂഇന് ശേഷം ഈ ദുആ അങ്ങോട്ട് പറയലോടുകൂടെ അവരുടെ മുഴുവൻ അവയവത്തിൽ നിന്നും ഖറജത്ത് ഖതായാഹു, അവൻ്റെ പാപങ്ങളെല്ലാം പുറത്തേക്ക് പോകും, എല്ലാ തെറ്റുകളും പുറത്തിയാടും, ശരീരത്തിൽ നിന്ന് എല്ലാ തിന്മകളും പുറത്തേക്ക് പോകും എന്നിട്ടോ വഖുത്തിമ അലാ ഉളൂഇഹി ബിഖാതമിൻ, അവരുടെ ഉളൂഇനെ സാധാ ഉളൂ എടുക്കും പോലെ, ഉളൂ എടുത്തിട്ട് ഒരാൾ ചുമ്മ കയറി പോകും പോലെ അല്ല, ഉളൂ എടുത്തിട്ട് ദുആ ചെയ്യുന്നവരുടെ ഉളൂ, ആ ഉളൂഇനെ സീല് വെക്കും. അങ്ങനെ പറയുന്നത് വഖുത്തിമ അലാ ഉളൂഇഹി ബിഖാതമിൻ, ഒരു സീല് കൊണ്ടാണ് സീല് വെക്കും ആ ഉളൂഇനെ. കാരണം ദുആ ചെയ്ത ഉളൂആണ്, ചുമ്മാ എടുത്ത ഉളൂ അല്ല. ഉളൂവിന് ശേഷം ദുആ ചെയ്തിട്ടുണ്ട്, ആ ഉളൂഇനോട് സീല് വെക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല. സീല് വെക്കപ്പെടും ആ ഉളൂഇന്. എന്നിട്ട് റുഫിഅലഹു തഹ്തൽ അർശി, ഈ സീല് വെക്കപ്പെട്ട ഉളൂഇനെ അല്ലാഹുവിൻ്റെ അർശിൻ്റെ താഴ്ഭാഗത്തേക്ക് ഉയർത്തപ്പെടും എന്ന് ഇമാം ഗസാലി റഹിമഹുല്ലാഹ് തങ്ങളുടെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന കിതാബിനാണ് വായിക്കുന്നത്. ഇത് സ്വന്തം ഈ സാധു ഇജ്തിഹാദ് ചെയ്തെടുത്തതൊന്നുമല്ല, സ്വപ്നത്തിൽ കണ്ടതുമല്ല, ഇമാമികൾ ഉദ്ധരിച്ച ഏറ്റവും പെർഫെക്റ്റായ ഭാഗമായി വായിക്കുന്നത്. ആ ഉളൂഇനെ, ഏത് ഉളൂഇനെ? സാധാ ഉളൂഇനെ അല്ല. ഉളൂവിന് ശേഷം ദുആ ചെയ്തില്ലേ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീന വജഅൽനി മിൻ ഇബാദിക്കസ് സ്വാലിഹീൻ എന്നുള്ള മനോഹരമായ ദുആ, ഈ കാണുന്ന ദുആ, അത് പൂർണ്ണമായിട്ട് ചൊല്ലി ഒരാൾ ഉളൂ എടുത്താൽ ആ ഉളൂഇനെ
സീല് വെച്ചിട്ട് അള്ളാൻ്റെ അർശിൻ്റെ താഴ്ഭാഗത്ത് കൊണ്ടുപോയി സേഫായിട്ട് വെക്കും. എന്നിട്ടോ ഈ വുളൂ അള്ളാഹുവിൻ്റെ മുന്നിൽ തസ്ബീഹ കഴിച്ച് സുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹ് തസ്ബീഹകൾ തഖദീസുകൾ ഇങ്ങനെ ചൊല്ലും. എന്ന് ചൊല്ലിയിട്ടോ അതിൻ്റെ കൂലി ആർക്കാ? വുളൂഇനല്ല കൂലി, ആ വുളൂ ചെയ്ത് ദുആ ചെയ്ത മനുഷ്യനാണ് ഇതിൻ്റെ കൂലി. വയുക്തബു ലഹു സവാബു ദാലിക ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ ഒരുപക്ഷെ നമ്മൾ ഇരിക്കായിരിക്കും, ചിരിക്കായിരിക്കും, കിടക്കായിരിക്കും, ഭക്ഷണം കഴിക്കായിരിക്കും, മരിച്ച് കബറി പോയിട്ടുണ്ടാകും. എങ്കിലും നമ്മൾ എടുത്ത ദുആ വുളൂഇന് ശേഷം ദുആ ചെയ്തിട്ട് എടുത്ത വുളൂ ഉണ്ടല്ലോ, ആ വുളൂ അവിടെ സുബ്ഹാനല്ലാഹി തസ്ബീഹുകൾ ചൊല്ലിയിട്ട് അതിൻ്റെ കൂലി ഈ മനുഷ്യന് വേണ്ടി രേഖപ്പെടുത്തപ്പെടും എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് കിതാബിൽ കാണാം. എത്ര സൗഭാഗ്യം നോക്കി! ആ ഒരു സുന്നത്ത് കൂടെ കയറിയപ്പോൾ എത്ര വലിയ മഹാഭാഗ്യമാണ്. ആ ദുആ അള്ളാഹു സ്വീകരിച്ചാൽ നമ്മുടെ ഉള്ളും പുറവും അള്ളാഹു ശുദ്ധീകരിച്ചില്ലേ, നമ്മുടെ തൗബ അള്ളാഹു സ്വീകരിച്ചില്ലേ, ഒരു തെറ്റില്ലാത്തവരായില്ലേ. എത്ര മനോഹരമാണ്, എത്ര ബെനിഫിറ്റാണ്. വുളൂ കാമിലായി, പലപ്പോഴും വുളൂവിൻ്റെ അവയവങ്ങളൊക്കെ കാമിലായിട്ട് കഴുകി സുന്നത്തൊക്കെ എടുക്കും. ഈ ദുആ നഷ്ടപ്പെടുമ്പോൾ വുളൂ കാമിലാകില്ല. ഇതുകൂടെ ചേരുമ്പോഴാണ് വുളൂവിന് 100 മാർക്ക് കിട്ടുന്നത്. 100 മാർക്കുള്ള വുളൂ, 100 മാർക്കോടെ ഒരാൾ വുളൂ എടുത്ത് നിസ്കരിച്ചാൽ അവൻ്റെ നിസ്കാരം 100 മാർക്കാകും, അള്ളാഹു മാർക്ക് തരും. അപ്പോൾ ഈ ഒരു സുന്നത്ത് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാം സ്വീകരിക്കണം. പ്രത്യേകിച്ച് ഉമ്മത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത് സുന്നത്തുകൾ എടുക്കാൻ താല്പര്യം കാണിക്കാതെ ഫസാദാകുന്നൊരു കാലമുണ്ട്. മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മത്തി. എൻ്റെ ഉമ്മത്ത് ഫസാദാകുന്ന കാലം. ഏതാ ഫസാദാകുന്നത്? ദീനായിട്ട് ബന്ധമില്ല, സുന്നത്തുകളായിട്ട് ബന്ധമില്ല, അതൊക്കെ ഇങ്ങനെ അവോയ്ഡ് ചെയ്ത് കളയുക. ആ ഒരു കാലത്ത് ഒരാൾ സുന്നത്ത് എടുത്താൽ, ഒരു സുന്നത്ത് എടുത്താൽ എന്താ? ഫലഹു അജ്റു മിഅത്തി ഷഹീദ്. 100 ഷഹീദിൻ്റെ കൂലി അള്ളാഹു രേഖപ്പെടുത്തുമെന്ന് പുണ്യ റസൂൽ പറയാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഷഹീദിൻ്റെ കൂലി കിട്ടിയാൽ തന്നെ നമ്മൾ ഏറ്റവും വലിയ ആളായി. 100 ഷഹീദിൻ്റെ കൂലിയാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സുന്നത്ത് മനസ്സറിഞ്ഞെടുക്കുന്ന ഒരവസ്ഥ നമ്മളെല്ലാം ഉണ്ടാക്കിയെടുക്കണം. ആ ഒരു ശൈലിയിലേക്ക് നമ്മൾ മാറണം. അല്ലാഹു സുബ്ഹാനഹു തആല കൃത്യമായിട്ട് നമുക്ക് അത് എടുക്കാനുള്ളൊരു ഭാഗ്യം അള്ളാഹു നമുക്ക് തുറന്നു നൽകട്ടെ. എല്ലാവരും വീടുകളിലും പള്ളികളിലും സജീവമായി എവിടെ സ്ഥാപനങ്ങളിലൊക്കെ വുളൂ എവിടെ എടുത്താലും ശേഷം ദുആ ചെയ്യുന്ന ഒരു പതിവുണ്ടാക്കിയെടുക്കണം. അള്ളാഹു സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം സൂചിപ്പിക്കാനുണ്ട്. ഇന്നലെ നമ്മൾ ക്ലാസ് കേട്ടിട്ട് കുട്ടികളുടെയും മുതിർന്നവരുടെയും ബുദ്ധി വളർച്ചയ്ക്കും ശാരീരിക ആരോഗ്യത്തിനും രോഗമില്ലാതിരിക്കാനും നമ്മൾ ഡെയിലി ഉപയോഗിക്കേണ്ട ഒരു ഫുഡ് മെത്തേഡായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് വെറും വയറ്റിൽ തേൻ ചേർത്ത വെള്ളം, ശുദ്ധമായ തേൻ ചേർത്ത വെള്ളം, അല്ലെങ്കിൽ തേൻ കഴിക്കുക, കുട്ടികൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ശുദ്ധമായ തേൻ ഇവിടെ നിന്ന് കിട്ടും? ഒരുപാട് പേര് ചോദിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അൽഹംദുലില്ലാ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. കഫാക്ക് ഹണി എന്ന് പറയുന്ന റോ ഹണി, അതായത് തേനീച്ചക്കൂട്ടിൽ നിന്നും പച്ചയായിട്ട് തേനെടുക്കുക. ഒരു പ്രോസസ്സിങ്ങും ഇല്ല, ഒരു ചൂടാക്കലുമില്ല, ഒരു കെമിക്കൽസ് ആഡ് ചെയ്യലുമില്ല. പച്ചയായിട്ട് 100% കൃത്യമായിട്ട് വിശ്വസനീയമായിട്ട് നമ്മുടെ കരങ്ങളിലേക്ക് എത്തുന്ന തരത്തിൽ സംവിധാനിച്ചിട്ടുണ്ട് കഫാക്ക് ഹണി. അത് നിങ്ങളുടെ കരങ്ങളിലേക്ക് എത്തും. നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ പോയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ വിവരങ്ങൾ കൊടുത്താൽ നിങ്ങളുടെ കരങ്ങളിലേക്ക് എത്തും എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. വആഖിറു കലാമി അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله
في